വെൽക്കം ടു നിലമ്പൂർ തേക്ക് വുഡ് ആൻഡ് ഫർണിച്ചർ. ഇന്ന് നമ്മൾ റിവ്യൂവുമായി കൊണ്ടുവന്നിരിക്കുന്നത് തേക്കിൽ നിർമ്മിച്ച 6x5 കട്ടിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പാലക്കാടേക്ക് കൊണ്ടുപോകുന്നത്. പാലക്കാടാണ് ഇങ്ങനത്തെ ഈ കറുപ്പിച്ച ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാറ്. നമ്മൾ കണ്ണൂർ ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തു, കണ്ണൂർക്ക് കൊണ്ടുപോകുന്ന ഇത് എന്ന് പറഞ്ഞിട്ട്, കട്ടിലെന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ പാലക്കാടേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇതിൻ്റെ റിവ്യൂലോട്ട് നമുക്ക് കടക്കാം. ഇതിൻ്റെ നമ്മൾ കാല് കണ്ണൂർ പറഞ്ഞ പോലെ തന്നെ, കണ്ണൂർക്ക് കൊണ്ടുപോകുന്ന കട്ടിലിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കാലും വരുന്നത് 4 ഇഞ്ച് വീതി വരും, 4ക്ക് 2.5 കനം വരും. 5 ഇഞ്ച് ഇവിടുത്തെ ചട്ട നമ്മളത് എല്ലാത്തിനും കൊടുക്കൽ 5 ഇഞ്ച് തന്നെയാണ്. 5 ഇഞ്ച് കനം വരും. ഇവിടെ 3 ഇഞ്ച്. പിന്നെ ഈ ടോപ്പ് 3.5-4 ഇഞ്ച് വീതി ഉണ്ടാവും. അത് മോഡലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിവിടെ ഒപ്പായിട്ടാണ് ഉള്ളത്, ബാക്ക് കുറച്ച് തള്ളിയിട്ടും. അങ്ങനെയാണ് ഈ മോഡൽ നിൽക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ തേക്കിൻ്റെ ഇതിവിടെ ഇങ്ങനെ കൊടുത്തിട്ട്, ഈ കറുപ്പ് എന്ന് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് തേക്കല്ലാന്ന്. ഇത് തേക്കാണ്. തേക്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ചാണ്. കസ്റ്റമർക്ക് അങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. ഈ സെയിം മോഡൽ തന്നെ നമ്മൾ ഇപ്പം വലിയ സൈഡ് കാണുന്ന അതേ സെയിം മോഡൽ തന്നെയാണ് ചെറു സൈഡിലും വരുന്നത്. കണ്ടോ, ഈ സാധനങ്ങളൊക്കെ ഈ റീപ്പർ 3 കരയാണ് ഇത് കൊടുക്കാറ്. ഇങ്ങനെ കൊടുക്കും, ഇത് ഇവിടുന്ന് ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഇപ്പോൾ മേലെ ആ ഭാഗം കണ്ട അതേ സെയിം സാധനം തന്നെ ഇവിടെ സെയിം തന്നെ. നമ്മളെ കട്ടിലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നല്ല, ഇപ്പോൾ ബെഡ് ഇടുകയാണെങ്കിൽ ഒരു ഇത്രയൊക്കെ വരും. ബെഡ് ഇട്ടാലും ആ ഷോ കണ്ടില്ലേ നിങ്ങൾ, ഇതിട്ട് കഴിഞ്ഞാൽ വേറെ തന്നെയാണ്. കാരണം റൂമിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഷോ വേറെ തന്നെയാണ്. ഇത് കാണാൻ നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ. ഇത് പാലക്കാട് ആ ഭാഗത്തൊക്കെയാണ് ഇങ്ങനത്തെ കറുപ്പിച്ച മോഡൽ വേറെയുണ്ട് നമ്മളെ അടുത്ത്. അതൊക്കെ നമ്മൾ വരും വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതാണ്. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂലോട്ട് കടക്കാം. നമുക്ക് ഫസ്റ്റ് കട്ടിലിൻ്റെ വലിയ സൈഡ് തലഭാഗം തൊട്ട് തന്നെ തുടങ്ങാം. കാലിൻ്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 38 ഇഞ്ച്. ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെ 38, 38.5, 40 വരെ വെക്കും. പിന്നെ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ അരഞ്ച് പലകയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഈ മോഡൽ വരുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണ്, ഇങ്ങനെ ചെരിഞ്ഞൊരു പ്രത്യേക അളവിൽ ഉണ്ടാക്കിയതാണിത്. പിന്നെ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടോ, ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ ടോപ്പ് ഉണ്ടാവും. ടോപ്പ് ഇവിടെ ഒപ്പായിട്ടാണ് കേട്ടോ നമ്മളത് ടോപ്പ് ഈ മോഡലിനുള്ളത്, ഒപ്പായിട്ടാണുള്ളത്. ഈ സൈഡും അതേപോലെ തന്നെ നമുക്ക് കാലിന് ഇരിപ്പ് വരുന്നുണ്ട് കേട്ടോ. കട്ടിലിൻ്റെ കാലിന് ഇരിപ്പ് വരുന്നുണ്ടേ. ഇത് കണ്ടോ, ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇരിപ്പ് വരുന്നുണ്ട്. 2 കാലിനും 4 സൈഡിനും ഇരിപ്പ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമലി നമ്മൾ കട്ടിലിന് കൊടുക്കുന്ന പോലെ ഇവിടെ 3 ഇഞ്ച്. ഇത് അവിടെ നിന്നിട്ട് അവിടെ വരെയുള്ള ചട്ടെന്ന് പറയുന്നത് 3.1 കൊടുക്കാറ്. ഇവിടെ 5.1. ഇവിടെ എല്ലാവരും നമ്മൾ നോർമലി നിങ്ങൾക്ക് വേറെ ഷോപ്പിലൊന്നും പോയാൽ അങ്ങനെ ഇത് കിട്ടൂല കേട്ടോ. ഷോപ്പിൽ മീൻസ് വേറെ മാനുഫാക്ചേഴ്സ് ആയാലും ഇനിയിപ്പോൾ ഷോപ്പിൽ ചെന്നാലും നിങ്ങൾക്ക് ഇതേ കനം തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ, വീതി 3.1 തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് ബെഡിൻ്റെ റിവ്യൂലോട്ട് കിടക്കാം. ബെഡ് നമ്മൾ 6.25 നമ്മളെ ഇത് ഇങ്ങനെ വരുന്നത്, വീതി വരുന്നത് 6.25. ഇങ്ങോട്ട് 6 അടി ഉണ്ടാവും. ഇന്നെ പോലെ ഒരു 3 ആൾക്ക് സുഖമായിട്ട് ഇതിൽ കിടക്കാൻ കഴിയും. സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഒരു പാകത്തിന് 3 ആൾ ഉഷാറായി പോകും. 4 ആളും കിടക്കാം, കുഴപ്പമില്ല. പിന്നെ ഇന്ന് വരുന്നത് ഇത് കണ്ടോ, നമ്മൾ ഈ ചെടിക്ക് ഇവിടെ നമ്മൾ ഈ സൈഡത്തെ ചട്ടത്തിന് പറയുക ചെടി എന്നാണ് നമ്മൾ പറയൽ. ഇതിൻ്റെ അടിയിൽ ഒരു പട്ടിക കൊടുക്കും. ഈ പട്ടിക വരുമ്പോൾ തന്നെ ഒരു ലുക്കാണ്, ഇതിൻ്റെ ഒപ്പം നിൽക്കും ഈ രണ്ടിതും. അപ്പോൾ വേറെ ഒരു ലുക്കാണ് ഇത് കാണാൻ തന്നെ. നമുക്ക് ചെറിയ സൈഡിൻ്റെ റിവ്യൂവിലോട്ട് കിടക്കാം. ചെറിയ സൈഡിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഇതാ, കാലിൻ്റെ ഹൈറ്റ് 18 ഇഞ്ചാണ് വരിക. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ 18 ഇഞ്ച്. ഇവിടെ നമ്മൾ കണ്ട വലിയ സൈഡിൻ്റെ സെയിം മോഡൽ അരഞ്ച് പലക ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണ് കൊടുക്കുക. ഇത് പിന്നെ ഒരു ചെസ് ബോർഡ് മാതിരി ഇങ്ങനെ ഈ കോണാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണാനൊരു വേറൊരു ഭംഗി തന്നെയാണ്. ഇത് രണ്ടും കൂടി വലിയ സൈഡും ചെറു സൈഡും ഒരേപോലെ ആയതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടും, വൃത്തിയുണ്ട് കണ്ടോ. ഇതും അതേപോലെ തന്നെ ഈ ടോപ്പ് കണ്ടില്ലേ, ഇതിവിടെ അങ്ങനെ നീളത്തിൽ ഈ ടോപ്പ് വരും. ഇതിൻ്റെ ഒപ്പളാണ് വരിക. ഈ മോഡൽസിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാലിൻ്റെ വടി സെയിം ഒപ്പായിട്ടാണ് വരിക.
നമ്മളെ ഈ പ്രൈസിൽ കട്ടില് വാങ്ങുന്നവർക്ക് എന്തായാലും ലാഭമായിരിക്കും. അത് എന്തായാലും ഉറപ്പാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു 5 അടി കട്ടില് 6.25 തേക്കിൻ്റെ കട്ടിൽ പോയിക്കാണ്ട് നിങ്ങൾ ഒരു ഷോറൂമിൽ ഒരു ഷോപ്പിൽ പോയി ചോദിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ടടുത്തുള്ള ഷോറൂമിൽ പോയിട്ട് ഒന്ന് വില അന്വേഷിച്ച് വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തരുന്ന റേറ്റും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന റേറ്റും ഉള്ള മാറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ കട്ടിലിൻ്റെ സ്ട്രോങ്ങും കൂടി ഒന്ന് നോക്കാം. നമുക്ക് കയറുന്ന എന്തെങ്കിലും ആവോ ഇതിന്. നിങ്ങൾക്ക് ഇതുവരെ ഞാൻ ഇതിൻ്റെ പട്ടിക, നമ്മൾ അടിപ്പട്ടിക എത്ര എണ്ണം കൊടുക്കുന്നുണ്ട് എന്ന് കാട്ടി തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് കഴിച്ച് വെച്ചിട്ട് ഇത് ഒരു സൈഡിൽ കുത്തിച്ചാരി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് വശം കൂടി അടിവശം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മളുടെ കട്ടിലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതാ 1 2 3 4 5 6 7 അടിയിൽ അടിക്കുന്ന പട്ടിക ഉണ്ടല്ലോ, 7 എണ്ണം വരും. ഇങ്ങനെ നിങ്ങൾ മറ്റുള്ള ഷോപ്പിലോ മറ്റുള്ള ആൾക്കാരുടെ അടുത്തോ പോയി നോക്കിയാൽ ഇത് 6 ഉണ്ടാവുള്ളൂ, 6 പീസേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്ട്രോങ്ങിന് വേണ്ടി 7 എണ്ണം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ആകാംക്ഷ ഉള്ളത് ഈ കട്ടിലിൻ്റെ വില എത്രയാണെന്ന് അറിയാനായിരിക്കും. ഈ കട്ടിലിൻ്റെ വില പറയുന്നത് നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നതാണ്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. അപ്പം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എല്ലാവരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു തരുന്നതാണ്. ഇത് നിങ്ങൾ വിചാരിച്ചതിലേറെ നല്ല പ്രൈസ് കുറവുണ്ട്. നമ്മളെ നോർമൽ മോഡൽസിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് പ്രൈസ് കമ്മിയാണ്. പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്തത് നമ്മൾ ടേബിൾ ചെയ്യണോ, അതോ ബോക്സ് കട്ടിൽ ചെയ്യണോ, അതോ ഡൈനിങ് സെറ്റ് അങ്ങനെ മൊത്തത്തിലിട്ടിട്ട് അങ്ങനെ ചെയ്യണോ, എങ്ങനെ വീഡിയോ വേണ്ടിയെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.